നമസ്കാരം. കാർത്തിക് സ്കേറ്റർ ആൻഡ് ആർട്ടിസ്റ്റിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ മെസ്സിയും റൊണാൾഡോയും നെയ്മറും എംബാപ്പയും ഹാളൻഡും ഒന്നുമല്ല, ടീംസിലെ പോർച്ചുഗലും സ്പെയിനും ഒന്നുമല്ല, ഫ്രാൻസ് ആയാലും ഒന്നുമല്ല, ബ്രസീൽ. നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്തിൽ നമ്മുടെ കേരളം എന്ന സംസ്ഥാനത്തിൽ ഒരു മലയാളി വനിത ഫുട്ബോൾ താരത്തെ പറ്റിയാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്ന ഈ വനിത, ഈ പ്ലെയർ, ഫുട്ബോളർ, ഏക ഫുട്ബോൾ വേൾഡ് കപ്പ് കളിച്ച ഏക മലയാളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പറയാമെന്നല്ല, ഷീ വാസ് ഓൺലി ഫുട്ബോൾ പ്ലെയർ ഫ്രം കേരള ടു റെപ്രസെൻറ്റ് വേൾഡ് കപ്പ് ഹെൽഡ് അറ്റ് തായ്വാൻ, ചൈന. ഈ കേരളം എന്ന നാട്ടിൽ, സംസ്ഥാനത്തിൽ ഫുട്ബോൾ ലോകകപ്പ് വുമൺസിൽ കളിച്ച ഏക വനിത ശ്രീമതി സരസമ്മ ലളിത. ഇപ്പോൾ പരിശീലന മേഖലയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേര്, നാമം, നമ്മൾ അറിയപ്പെടാതെ പോയ ഒരു ഫുട്ബോൾ താരം എന്നൊരു നിലയിലാണ് നമുക്ക് ലളിത ഫുട്ബോൾ താരത്തെ നമ്മൾ എടുത്തു പറയണം. കാരണം ഇത്രയും ചെയ്തിട്ട് പോലും നമ്മൾ ഇതൊരു ഫേമസ് ആയിട്ടില്ല. അന്നത്തെ പത്രത്തിൽ എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിലൊക്കെ ഉണ്ടായിരുന്നു ശ്രീമതി ലളിത, പക്ഷേ ഫേമസ് ആയിട്ടില്ല. അതുകൊണ്ട് ഒരു ദുഃഖം, ഒരാൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടും നമുക്ക് തന്നെ സ്വയം തോന്നുമല്ലോ, നമ്മളൊരു കാര്യം ഒന്നും നാട്ടിൽ നിന്ന്, പക്ഷേ അത് പിന്നെ ഗുണമായി, അത് ഒരു റെക്കോർഡാണ്, അല്ലെങ്കിൽ അതാണ് എന്നാലും നമ്മൾ കേട്ട് അറിഞ്ഞില്ലെങ്കിൽ, ആരും അറിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ചത് അവരത് അറിഞ്ഞില്ല, നമ്മൾ ഫേമസ് ആയില്ല. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അറിയപ്പെടാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത്. നമ്മൾ അറിയപ്പെട്ടൊരു നല്ല പൊസിഷൻ, അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്കത് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന വിഷമം, ഞാൻ പറയുന്ന ആളെക്കുറിച്ചല്ല, ആർക്കായാലും ആ വിഷം വരും. അതുപോലെയാണ് നമ്മുടെ ശ്രീമതി ലളിതയ്ക്കുണ്ടായ ആ വിഷമം. വേൾഡ് കപ്പ് 1982-ലും 81 ഇടയ്ക്ക് നടക്കുന്ന വേൾഡ് കപ്പിൽ തായ്വാനിൽ കേരളയ്ക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻറ്റ് കേരളത്തിൽ നിന്ന് ഏകയും ആദ്യമായിട്ട് മത്സരിക്കുന്ന ആ വനിതയ്ക്ക് എന്തായാലും ഇന്നൊരു ക്ലാപ്പ് നമുക്ക് കൊടുത്തേ പറ്റൂ. റൈറ്റ്? എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലിടാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, അദ്ദേഹം നമുക്ക് അവരെക്കുറിച്ച് പറയാം. 1960-ൽ തിരുവനന്തപുരം ജില്ലയിലെ കൊഞ്ചറവിളയിൽ വനിത ജനിക്കുന്നു. വലിയതുറ ഗ്രൗണ്ടിൽ പരിശീലനം നേടി. എങ്ങനെ പരിശീലനം എന്ന് വെച്ചാൽ, ഈ താമസിക്കുന്ന ഈ ലളിത, അതിൻ്റെ തൊട്ടടുത്തൊരു ചേച്ചി പോകുമായിരുന്നു. അറിയിപ്പനുസരിച്ച് ഒരു ചേച്ചി പോകുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചേച്ചിയുടെ കൂടെ കളി കാണാൻ പോകുമായിരുന്നു ശ്രീമതി ലളിത. നമ്മൾ അപ്പം കൂടെ പോകുമ്പോൾ പിന്നെ കണ്ട് വരുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും, നെഞ്ചിനകത്തൊരു ത്രില്ല് വരും. പ്രത്യേകിച്ച് ഫുട്ബോളെന്ന് കളിക്കുക, ആ വാശിയും, നമ്മൾ ഫുട്ബോൾ കളിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. മറ്റു സ്പോർട്സിനെ പിന്തള്ളി ഫുട്ബോൾ എടുക്കുന്നതിന് കാരണം ഫുട്ബോൾ എന്ന കളി കളിച്ചുകൊണ്ടേയിരിക്കുക. തളർച്ച ഉണ്ടാവും എങ്കിലും ഫുട്ബോൾ മനസ്സുകൊണ്ട് ഇൻട്രസ്റ്റ് അവർക്ക് ആ തളർച്ച വീണ്ടും കളിക്കാനുള്ള ഇതേ കൊടുക്കത്തുള്ളൂ. ദാറ്റ്സ് എ പോയിന്റ്. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് വീണ്ടും വരാം. അപ്പം ലളിത അങ്ങനെ കൂടെ പോകുന്നു. ഒരു ദിവസം ഈ വരുന്ന വെളിയിൽ അവരുടെ ബോയ്സാണ് കൂടുതൽ വരുന്നുണ്ട്. അപ്പം അവരടിക്കുന്ന ബോൾ ഇവിടെ ഈ ലളിത തട്ടി കളിക്കുമ്പോൾ അങ്ങനെ അവിടുത്തെ ആ മാനേജർ കാണുന്നു. മാനേജർ ഈ ലളിതയുടെ ചേട്ടനോട് വന്ന് പറയുന്നു. ചേട്ടൻ ഭയങ്കര ദേഷ്യത്തിലാണ് കണ്ടുവന്നെങ്കിലും ലളിത പറഞ്ഞു, ഞാനൊന്നും തിരിയില്ല, സോറി ചേട്ടാ സഹോദര എന്ന് ചോദിക്കുകയാണ്. അപ്പം അവിടെ ആ ചേട്ടൻ പറയുകയാണ്, നീ ഇനി കളിക്കാൻ പോകണം. കഥ ട്വിസ്റ്റായി. കളിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ലളിത കെട്ടിപ്പിടിക്കുകയാണ് തൻ്റെ ചേട്ടനെ. അപ്പം അവിടെ വരുന്ന സന്തോഷം, സ്നേഹം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ വരും. നമുക്ക് കുറച്ച് സന്തോഷം തോന്നും. റൈറ്റ്? എന്ന് കമൻറ്റ് വീണ്ടും കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കിടക്കാം. അപ്പം കളിച്ചു തുടങ്ങി ഇൻ്റർ സ്കൂൾ സെലക്ഷൻ വെട്ടുകാട് സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ കളി തുടങ്ങുകയാണ്. അങ്ങനെ ഇൻ്റർ സ്കൂൾ കേരളത്തിന് വേണ്ടി നാഷണൽ ക്യാമ്പിലോട്ട് സെലക്ട് ആവുകയാണ് ലളിത. വീണ്ടും ഒരു ട്വിസ്റ്റിൽ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിനെ ക്യാമ്പിൽ സെലക്ട് ആക്കി 1981
കൃത്യം ഡേറ്റ് ഓർമ്മ 1981 ചൈനയിലെ തായ്വാൻ ലോകകപ്പിലേക്ക് സെലക്റ്റായി. വേൾഡ് കപ്പ് വുമൻസ് വേൾഡ് കപ്പ് ആയാലും മെൻസ് വേൾഡ് കപ്പ് ആയാലും വേൾഡ് കപ്പ് തന്നെയല്ലേ? യെസ്, വീണ്ടും യെസ് കമൻറ്റ് കൊടുക്കുക. വീണ്ടും വരാം നമുക്ക് കാര്യത്തിൽ. അപ്പം വേൾഡ് കപ്പിലോട്ട് കളിച്ചു ജർമ്മനിക്കെതിരെ. നമ്മളിപ്പം ഇപ്പം നമ്മൾ ഇന്ത്യയൊക്കെ ഭയന്നുകൊണ്ടേയിരിക്കും, ജർമ്മനിയും മറ്റു ടീമുകളൊക്കെ അങ്ങനെ ഭയന്നുകൊണ്ടിരിക്കുന്ന ജർമ്മനിയെ അടിച്ച് തളച്ചൊരു സമനിലയിൽ തളച്ചു. ഇന്ത്യൻ വുമൻസ് ഫുട്ബോൾ ടീം ആ വേൾഡ് കപ്പിൽ ജർമ്മനിയിലെ സെക്കൻഡ് സീരീസ് റൗണ്ടിൽ തളച്ചു. മണിച്ചിത്ര താഴെ കൂട്ടിയിട്ട് സമനിലയിൽ തളച്ചു. ഇന്ത്യയെ പോലൊരു ടീം തളച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് സന്തോഷിക്കേണ്ട കാര്യം തന്നെയാണ്. അത് ജർമ്മനിയെ പോലത്തുള്ളവരെ. അങ്ങനെ ലളിതയുടെ കോണിങ് അസിസ്റ്റിലൂടെയാണ് ആ ഗോൾ. ശാന്തി മാലിക് എന്ന ഇപ്പോൾ നല്ല വയസ്സായിട്ടുണ്ട് ശാന്തി മാലിക്കിന്. നല്ല പ്ലെയർ ആയിരുന്നു ശാന്തി മാലിക്കിന്. എൻ്റെ അറിവിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ അങ്ങനെ കുറച്ച് ഗോൾ അടിച്ചു. ക്വാർട്ടറിലോട്ട് സെലക്ട് ആയില്ല എങ്കിലും ഇന്ത്യ വേൾഡ് കപ്പിൽ സന്തുഷ്ടരായിരുന്നു എന്നാണ് ഇതുവരെയുള്ള അറിയിപ്പ്. കാരണം അത്രയും നന്നായി സൂപ്പറായിട്ട് കളിച്ചിട്ടാണ് അവർ തോറ്റത്. എന്നാൽ കൺക്ലൂഷനിലോട്ട് എത്തിക്കഴിഞ്ഞു കളി കഥ. ഇപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലെ കോച്ചാണ് സമ്മർ കോച്ചിങ് കോച്ചാണ് ശ്രീമതി ലളിത കോച്ച്. എൻ്റെ കോച്ചാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ കോച്ച് തന്നെയാണ്. എൻ്റെ ഫുട്ബോൾ കോച്ചാണ് ശ്രീമതി ലളിത മാഡം കോച്ച്. എനിക്കതോ ഈ വീഡിയോ ഇടുന്നതിൽ എനിക്ക് എത്ര സന്തോഷം, പറയാൻ വേണ്ടിയുള്ള സന്തോഷം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇതുപോലുള്ള മുന്നറിയിപ്പ് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫുട്ബോൾ ലോകകപ്പ് വുമൻസ് കേരളത്തിൽ നിന്ന് വേൾഡ് കപ്പ് കളിച്ച മലയാളി വനിതയാണ് ശ്രീമതി സരസമ്മ ലളിത കോച്ച്. പഠിക്കുമല്ലോ. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ഉടൻ തന്നെ എത്തും.